ഷെരീഫ് കോളിയാടിന്റെ കൂടെ ഒരു ബോട്ട് യാത്ര. എവിടെയത് സ്ഥലം? കോർണിഷ്. ഇതിരക്കളിയില് ലത്തീഫ്, താമിച്ച, പിന്നെ ബാക്കിൽ സക്കൂർച്ചാവും, പട്ടാമി നാസറും, ഹംസാവും ജോയിന്റ് ആയി പോയവങ്ങളൊക്കെ. ഹംസാന്റെ അടിപൊളി പാട്ടും കൂടിയായപ്പോൾ സംഭവം പൊളിച്ചു. എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ കൂട്ടുകാരൻ ഷെരീഫ് കോളിയാട്. ഈ തിരക്ക് പിടിച്ച ബിസിനസ്സിനിടയിലും ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ മനസ്സ് കാണിച്ചതിന് ഷെരീഫ് കോളിയാടിന് ബിഗ് സല്യൂട്ട്. അങ്ങനെ ഞങ്ങൾ ഷാർജ മജാസ് കോർണിഷിലെത്തി. ചെറിയൊരു മഴക്കാറുണ്ട്. നല്ല അടിപൊളി കോർണിഷാണ് ഇവിടെ. അടിപൊളി, ഒന്നും പറയാനില്ല. കയാക്ക് ബോട്ട് റൈഡാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതാ ഞങ്ങൾ ഇപ്പോൾ ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. ഇതാ നമ്മളെ ഷെരീഫാണ് സ്പോൺസർ. ഒരാൾക്ക് ടിക്കറ്റിന് വെറും 20 ദിർഹംസ് മാത്രമാണുള്ളത്. ഇവിടെ നാട്ടിലെ പോലെ സമയമൊന്നുമില്ല, അൺലിമിറ്റഡ് ആണ്. 20 ദിർഹംസിന് അൺലിമിറ്റഡ്. എത്ര സമയമാണെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് എപ്പോൾ കൈ തളരുന്നു അപ്പോൾ ഇവിടെ കൊണ്ടുവെക്കാം. എത്ര ഓടിച്ചാൽ 20 ദിർഹംസ് മാത്രം. ഞങ്ങൾ 2 പേർ തുഴയുന്ന ബോട്ടാണ് എടുത്തത്. ഒരാളെ പ്രൈസാണ് ഇവിടെ. ഒരാൾക്ക് 20 ദിർഹംസ്. അത് ഡബിൾ വേണമെങ്കിൽ എടുക്കാം, സിംഗിൾ എടുക്കാം, പിന്നെ 4 പേര് ഇരിക്കുന്നതുണ്ട്. എങ്ങനെ എടുത്താലും ഒരാളെ കണക്കാണ് ഇവിടെ. ഒരാൾക്ക് 20 ദിർഹംസ്. കുത്തയ്ക്ക് വെള്ളം പമ്പ് ചെയ്യുന്നില്ലേ, അത് കാണാൻ നല്ല രസമാണ് ഇവിടെ. രാവിലെ 7 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആകുന്നത്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ശരിക്കും തിരക്കാവും. 20 ദിർഹംസിന് ഇവിടെ ശരിക്കും അടിച്ചു പൊളിച്ച് വരാം. നല്ല രസമാണ്, അടിപൊളി സംഭവമാണ് 20 ദിർഹംസിന്. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ വളരെ സേഫ്റ്റിയാണ് ഇവിടെ. ലൈഫ് ജാക്കറ്റ്, പിന്നെ സെക്യൂരിറ്റി ഇങ്ങനെ സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. ഒന്നും പേടിക്കാനില്ല, ധൈര്യമായിട്ട് ഇവിടെ വരാം. ഈ കായലിന്റെ നടുക്കാണ് ഞങ്ങൾ പാട്ടും കളികൾ ഞങ്ങൾ ആരംഭിച്ചത്. ഹംസാവും ലത്തീഫും ഒക്കെ അടിച്ചു പൊളിച്ചു പാടി. നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ വന്ന ശേഷം ഇത്ര എൻജോയ് അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല. ആദ്യം തുഴയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. സംഭവം അടിപൊളി. ചുറ്റും വലിയ വലിയ കെട്ടിടങ്ങൾ, അതിൻ്റെ നടുക്കാണ് നമ്മളുള്ളത്. നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു ഫോട്ടോ പോയിന്റും കൂടിയാണ് ഇവിടെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടിയത് ഞങ്ങൾക്ക്. ഷെരീഫിച്ചൻ്റെ ആ വലിയ മനസ്സിന് ഒന്നും കൂടി നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ രാവിലെ തന്നെ വരാൻ ശ്രദ്ധിക്കുക. കാരണം രാവിലെ തിരക്കൊന്നുമില്ല. നല്ലൊരു സൈലൻ്റ് ആണ് രാവിലെ. നല്ല തണുപ്പുണ്ട്. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാവും. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ തുഴയുന്ന ബോട്ട് ഓട്ടുന്നത്. ഈ തുഴയുന്ന ബോട്ട് ഓട്ടുമ്പോൾ വേറെ എന്തൊരു ഫീലാണ്. നല്ല രസമാണ്, നല്ല അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. എൻ്റെ കൂടെ വന്ന എല്ലാവരും മനസ്സ് നിറയെ സന്തോഷിച്ചുകൊണ്ടാണ് തിരികെ പോയത്. ഇതാ നമ്മളെ ശരിപ്പിച്ചപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട് ട്രിപ്പ്, ഈ ബോട്ട് ട്രിപ്പ്? ഹംസ എങ്ങനെയുണ്ട്? എന്ത് പറയുന്നത്? എങ്ങനെ പട്ടാമ്പി എങ്ങനെ? പാട്ടുപാടിയും ആർത്ത് വിളിച്ചും ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു.